എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഇപ്പം ഇങ്ങനെ വന്ന് അവൾ വീട്ടിലിരിക്കുകയാണ്, യാസവാസം വീട്ടിലിരിക്കുകയാണ്, ജോലിക്ക് പോകണില്ല, അതിൻ്റെ സങ്കടങ്ങളുണ്ട്. നമുക്ക് സ്വകാര്യമായ, നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ മറ്റുള്ളവരോട് കൈ നീട്ടണ്ടേ? അത് ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ, അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ചു നടക്കുക, ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. പൈസ കിട്ടുമായിരിക്കും, 10 പ്രാവശ്യം ചോദിച്ചാലായിരിക്കും ഒരു പ്രാവശ്യം കിട്ടണത്. അത് നല്ല മോന്തിയാടി ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ ഈ കേസ് പറയുകയല്ല, പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണം, എല്ലാവരും അല്ല കേട്ടോ. നിങ്ങൾക്ക് വലിയ മെഡിക്കൽ കാണാൻ എനിക്കറിയാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി. അങ്ങനെ പ്രയാസമായി ഇവർക്ക് ഡിപ്രഷനായി. പ്രയാസത്തിൽ കൂടിപ്പോയി. എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ, ഇതിനകത്ത് കഴിക്കണം, ഭക്ഷണം കഴിക്കാതെ ആൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നിസ്സാരം ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങൾ. ഇപ്പോൾ ഭക്ഷണം കണ്ട മനസ്സ് ഇടിഞ്ഞ് അവസാനം ഡിപ്രഷൻ കൂടായി, ഉറക്കമില്ലാതെയായി, അകത്തിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല. അപ്പോൾ അമ്മമാർ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ശരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമല്ലേ, അവരെ കുളിപ്പിക്കും. കാരണം 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകും, പൊട്ടായി പോകും. അപ്പോൾ അതുങ്ങളെപ്പോലും ശ്രദ്ധിക്കാത്ത അവസരം ഇവിടെ മനസ്സ് കൺട്രോൾ പോയി. അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ അവൾ കുളിക്കണില്ല, അവൾ കുളിക്കാൻ തോന്നണില്ല, അവൾ ഭക്ഷിക്കാൻ തോന്നണില്ല. അതിനകത്ത് ഇതൊക്കെ ചെയ്യണമെന്നുള്ള തീർന്ന ജീവിതം പോയി. ഇനി ചാകണവരെ ഇങ്ങനെ ജീവിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻറ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഈ മുറി ലോക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അമ്മായിയമ്മ പക്ഷേ ബെസ്റ്റാണ്. അമ്മായിയമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട്, വാമോളെ കഴിക്കുമോളെ, ഇങ്ങനെ ഇരുന്ന എത്ര കാലം ഇരിക്കുന്നീ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൾക്ക് അത്രയും സങ്കടം അങ്ങോട്ട് കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ച് പോയിരിക്കുകയാണ്. അത് കാരണം ഒരു ആശ്വാസവാക്ക് അവളെ ഏൽക്കണില്ല. ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനം ഇങ്ങനെ ഒരു 2 മാസമോ 2 ആഴ്ചയായി ഇങ്ങനെ ഇരിക്കണത്. അപ്പം ജീവിതം തീർന്നു, എപ്പോഴെങ്കിലും ഒരു മരണം വരും, അപ്പം കണ്ടുമുട്ടാം, ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ്. പെട്ടെന്ന് ഇവിടെ മൊബൈലിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്ത്, വെട്ടി കൊടുത്തതല്ല, ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, കുറേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാരൊക്കെ, വലിയ പ്രേക്ഷിത പ്രവർത്തനമാണേ. നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്ത് സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാണ്. അതിനൊക്കെ ആൾക്കാർ വലിയ സുവിശേഷ വില ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ ഒരു വചനം കേട്ട്, അത് എന്താ കേട്ടതെന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനമാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട ഹല്ലേലൂയ. അത്ഭുതമായി. അതായത് എപ്പോഴും എൻ്റെ മക്കളെ, നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി
ചാരത്തിൽ പൊതിഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്ലേശകാലങ്ങളിൽ നീ ഇതാണ് അറിയേണ്ടത്. നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ദൈവം ചാരത്തിൽ പൊതിഞ്ഞ് നിൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ലിയസഭാസ് എന്താ സംഭവിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അഗ്നി. ഇപ്പം സങ്കടമാണ് ഭയങ്കര, തകർച്ചയാണ് ഭയങ്കര, ജീവിതം തീർന്നിരിക്കുകയാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി. അതിന് അഗ്നിക്കൊണ്ട ഗുണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വചനങ്ങൾ കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് കത്തും. ഈ ചാരം മൂടിയ അഗ്നി, അവളുടെ വിശ്വാസത്തിൻ്റെ അഗ്നി, ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചാരം പറന്നു പോയിട്ട് ഈ സാധനം കത്തി പെട്ടെന്ന്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമുടക്കിയാൽ പിന്നെ ആരുടെയും മുമ്പിൽ മുട്ടുമുടക്കേണ്ട ആവശ്യം വരുത്തിയില്ല. അത് ഞാൻ പോലും അറിയാതെ ഇവിടെ നിന്നാണ് കർത്താവ് പറയിപ്പിച്ചതാണ്. ആർക്കോ വേണ്ടി പറയിപ്പിക്കണാണിത്. ഈശോ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ. തകർന്നരിപ്പണമായി സീറോ മൈനസായിരിക്കുന്ന ആൾക്കാരെ കർത്താവ് മനസ്സിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ വചനം. ശ്രദ്ധിക്കട്ടെ. അത് മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിന്നെ പാറമേൽ ഉയർത്തി ഞാൻ നിർത്തും. അതായത് ഇപ്പം ക്ലേശകാലമാണെങ്കിലും ഈ ടൈം കഴിയുമ്പോൾ, ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പം ഈ കാലത്ത് നീ എന്ത് ചെയ്യണം? ഇവളെന്താ ചെയ്തതെന്ന് പറയും, ഇവള് ഈ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് അഭിഷേകമായി. വചനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ മാനുഷിക വചനമായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റെമ്മിൽ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് വേറെ ഉണ്ടാകും. ഞാൻ ഈ മാനുഷിക ഭാഷ പറയുന്ന വചനത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ വചനം തന്നെയായിരിക്കും. യഥാർത്ഥ വചനത്തിന് എൻഫ്ലഷ് ചെയ്യുന്നതാണ് ഒരു പ്രഭാഷകൻ്റെ ദൈവിക ഉപകരണമാകുന്ന രീതി. ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 118:8-9 എടുത്ത്. സങ്കീർത്തനം 118:8-9 ശ്രുതിക്കട്ടെ. 118-ാം സങ്കീർത്തനം 8-9 തിരുവചനങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ്. ഇതിൻ്റെ തന്നെ അഭിഷേക സമയത്ത് ഇതാണ് ഇതിൻ്റെ സ്കെൽട്ടർ എന്ന് പറയുന്നത്. അത് കറക്റ്റ് വേർഡ് ഓഫ് ഗോഡാണ്. എന്താണ്? മനുഷ്യന്മാരിൽ അഭയം തേടരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത്. അതാണ് വേർഡ് ഓഫ് ഗോഡ്. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ല. ഇപ്പം നമ്മൾ എത്ര പേരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ട്? ഇൻസ്റ്റാൾമെൻറ്റുകാരൻ്റെ കൈ മുട്ടുമടക്കണം, പലിശക്കാരൻ്റെ അടുത്ത് മുട്ടുമടക്കണം, ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് മുട്ടുമടക്കണം, അല്ലേ? ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കി പ്രഖ്യാപിത അടിമയായിട്ട് ജീവിക്കണം നമ്മൾ. ഈ അടിമ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വിളിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പാറമേൽ കയറ്റി നിർത്തും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 27-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. 27-ാം സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ക്ലേശകാലത്ത് ദൈവം സംരക്ഷിക്കുന്ന രീതികളാണ്. അപ്പോൾ ദൈവ സംരക്ഷണം എപ്പോഴായാലും ക്ലേശകാലത്തായാലും ഉണ്ടാകും. പക്ഷെ നീ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളത്. ഇപ്പം ലിയ സെബാസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വന്ന് എന്നെ വിളിക്കും. ഞാൻ മുറി അടച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഡിപ്രസ്ഡ് ആയിട്ട് കരഞ്ഞു തല്ലി എൻ്റെ ജീവിതം പോലും ഇനി എനിക്ക് എന്തിനെന്ന് പറഞ്ഞ് ബാധ്യതയായിട്ട് ഇരിക്കണമെങ്കിലും എപ്പോഴെങ്കിലും കർത്താവ് എൻ്റെ അടുത്ത് വരും എന്നുള്ള ഒരു ഓർമ്മ അവൾക്കുണ്ട്. ആ ഓർമ്മയിലാണ് ഈ വചനം അവളെ സ്പർശിക്കുന്നത്. എന്താണ്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല. അപ്പോൾ അവളത് നോക്കിയപ്പോഴിത് ഉടമ്പടി എന്നും പറഞ്ഞ് ഒരു ധ്യാനം നടത്തുന്ന സ്ഥലത്ത് നിന്ന് വന്നതാണൊക്കെ മനസ്സിലായി. അവർക്ക് ഈ കൃപാസനെ കുറിച്ച് അറിയത്തില്ല. മൊബൈൽ ഈ കാലത്ത് എന്തുമാത്രം ഏറ്റവും വലിയ സുവിശേഷ വില ചെയ്യണ മൊബൈലാണ്. അതാണ് രസം. മൊബൈലിലൂടെ വന്ന സാധനമാണ്. അപ്പോൾ അത് നോക്കിയെടുത്തപ്പോൾ ഇത് കൃപാസനം. പിന്നെ കൃപാസനത്തിൽ ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ധ്യാനങ്ങൾ കേൾക്കി ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരാധന കൂടാൻ തുടങ്ങി. അപ്പോൾ ആരാധന കൊടുത്തപ്പോൾ ദൈവം അവരെ സ്പർശിച്ചിട്ട് അവൾ മുറി തുറന്ന് പുറത്ത് വന്ന് അവൾ സംസാരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കുളിക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങൾ നോക്കാൻ തുടങ്ങി.
എല്ലാം മാറിയിട്ട് ഇവൾ അമ്മയോട് പറയും, അമ്മ എനിക്കൊരു 500 രൂപ തരുമെന്ന് ഇരിക്കും. അമ്മ എനിക്കൊരു 500 രൂപ തരുക. അപ്പോൾ എന്തിനടി? എനിക്ക് കൃപാസനത്തിൽ പോകാനാണ്. അപ്പോൾ 500 രൂപ പോലും പാവത്തിൻ്റെ കയ്യിലില്ല. ഒന്ന് ചിന്തിച്ചേ, 500 രൂപ പോലും പാവത്തിൻ്റെ കയ്യിലില്ല. പക്ഷേ ഒറ്റ വാക്കിൽ ദൈവം അവളെ വിളിച്ചു. അപ്പോൾ അമ്മ പക്ഷേ നല്ല ബെസ്റ്റ് ലേഡിയാണ്. അവരുടനെ 1000 രൂപ എടുത്ത് കൊടുത്തു. നമ്മൾ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവരത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിലർ മാതാപിതാക്കളോട് നഷ്ടപ്പെട്ട പെൺപിള്ളേർ കല്യാണം കഴിച്ച് വരുമ്പോൾ ആ വീട്ടിലുള്ള അമ്മമാരും അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒക്കെ അത് തഞ്ചമാക്കിയിട്ട് ഇവൾ എന്നിട്ട് ഭർത്താവ് വരെ പറയും, നിന്നെ തല്ലിക്കൊന്ന് ഇതിൻ്റെ അകത്ത് കെട്ടിത്തൂക്കി നിൻ്റെ അത് കുഴിച്ചു കൂടി അവർ പട്ടി നിരക്കത്തില്ലെന്ന് പറയും. അങ്ങനെയുള്ള പട്ടികളും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെണ്ണിന് അപ്പനും അമ്മയില്ലെന്ന് വിചാരിച്ചോ, ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മരണം വരെ അവളെ പീഡിപ്പിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവൾ സംസാരിക്കുമ്പോൾ നിന്നെ കൊന്നിവിടെ കുഴിച്ചു കൂടിയ ഒരു പട്ടി നിരക്കായില്ലെന്ന് പറയും. എന്നിട്ട് ഈ പന്നി ക്രിസ്ത്യാനിയായിട്ട് വന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്യും. എന്തൊരവസ്ഥയാണ്! ഈ നോൻപ് കാലത്ത് തിരിച്ചു പിടിക്കുന്നുണ്ട് അനുതാപത്തിലേക്ക്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധന കൂടിയപ്പോഴേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു. ആരാധനയല്ല, അച്ഛൻ്റെ കുർബാന കൊടുക്കുന്ന ഞാനങ്ങനെ മനസ്സിങ്ങനെ കയ്യും കുപ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു. അതിപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഈശോ ഇപ്പോഴും അത് റൈറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. അതായത് ഞാൻ 87 അച്ഛനായത്, ഞാൻ 85 അച്ഛനായത് അവസാനം. ഇപ്പോൾ 87 ഞാൻ ഈ കാട്ടൂർ പള്ളിയിൽ, ഈ പടിഞ്ഞാറ് വശത്തൊരു പള്ളിയുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അകന്ന ബന്ധു എന്നെ കാണാൻ വന്നിട്ട് എന്നോട് സാമ്പത്തികമായ സഹായം ചോദിച്ചു. അപ്പോൾ അന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ പൈസ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. എങ്കിലും എനിക്ക് ഈ ബന്ധുവിനെക്കുറിച്ച് അറിയാം. അയാൾ പലരോടും ഇങ്ങനെ ബന്ധുക്കളുടെ പൈസ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ പുള്ളിക്കാരൻ ആർക്കും ഒന്നും കൊടുക്കത്തുമില്ല, അങ്ങനെ ടൈപ്പാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് ആളെ പേഴ്സണൽ അറിയാവുന്ന കാരണം കിട്ടാനുള്ളതെന്നൊക്കെ കിട്ടണോടത്ത് മേടിച്ചെടുക്കുക, ആർക്കും ഒന്നും പുള്ളി കൈ നനച്ചൊന്നും ചെയ്യത്തുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ പണി എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളിനി ഞാൻ കാട്ട ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സങ്കടപ്പെട്ടു പോയി. ഇപ്പം കുർബാനയ്ക്ക് രാവിലെ പറഞ്ഞ് ആ കക്ഷിയുടെ സങ്കടം ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വല്ലാണ്ടായിപ്പോയി. നോൻപ് കാലമല്ലേ, നമ്മൾ മറന്ന സാധനമൊക്കെ കർത്താവ് മറന്നിട്ടില്ല. ഞാൻ മറന്നു പോയതാണ്, പക്ഷെ കർത്താവ് മറന്നിട്ടില്ല. ദൈവം ഒരു അപകടകാരിയാണ് ശരിക്കും. കമ്പ്യൂട്ടറിൻ്റെ അത് ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാം, ദൈവത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം റീടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമുണ്ട് പരിഹാരം ചെയ്യാൻ. സമയമില്ലാത്ത സമയം വരും. അതുവരെ കാത്തു നിൽക്കാതെ അനുതാപപ്പെടാൻ വേണ്ടി കർത്താവ് നിങ്ങളെ പഴയ ഓർമ്മകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോഴേ അനുതാപത്തിൻ്റെ കാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മനുഷ്യരെ ദുഃഖിപ്പിച്ചത്. അപ്പോൾ കർത്താവിനോട് വേറെ ഒരു കാര്യം പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നീചനായിരിക്കുമെന്ന് തോന്നി. അത്രയ്ക്ക് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഓർത്തു. അവിടെ ഇരുന്ന് പറഞ്ഞു, ഇന്ന് മുഴുവനും എന്നെ കുറ്റം പറയുകയായിരുന്നു കർത്താവ്. അവിടെ മുഴുവനും എന്നോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അന്ന് ഈ വള്ളക്കാരെ കുത്തി പ്രാർത്ഥിക്കാൻ വരും. ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വിശന്നാൽ പിന്നെ എനിക്ക് സങ്കടം, എനിക്ക് ഈ അൾസറൊക്കെ പിടിച്ച് വലിയ ഒരു അരിശമായിരിക്കും ഭയങ്കര. അപ്പം ഞാനിങ്ങനെ പള്ളിയിലെ കുർബാന അന്ന് 1.5 മണിക്കൂറാണ് കുർബാന, 1:45 ആവും. കാറ്റഗിസവും ഈ അറിയിപ്പും ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു കണക്കിനടുത്ത് കാപ്പ് പിടിക്കാൻ വേണ്ടി ഓടി എൻ്റെ മേടയിൽ കയറണത്. അപ്പോൾ ഒരു ചേട്ടാ നിർത്തിയെടുക്കൊണ്ട്, അച്ഛാ 100 രൂപ വേണമെന്ന് പറഞ്ഞ്. ഞാൻ താഴ്പോടെന്ന് പറഞ്ഞ്, ഇത് ആൾക്കാരൊക്കെ മാറട്ടെന്ന് പറഞ്ഞ്. പെട്ടെന്ന് പറഞ്ഞ് താമ്പോളൂ ആൾക്കാർക്ക് മാറട്ടെ. ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി അതിനേക്കാളും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അകത്തൊരു കാപ്പിയെ കുടിച്ച് ശരീരമൊക്കെ തണുത്തിട്ട് വന്നിട്ട് ഈ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തു വിടാം. ഞാൻ എല്ലാ ആഴ്ചയും കൊടുക്കണമാണ് പൈസ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആൾക്കാരുടെ തിക്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണാൻ വന്ന് നിൽക്കുകയാണ്. അതായത് എന്നെ കാണാൻ ആത്മീയമായ കാര്യത്തിനല്ലാതെ ഭൗതികമായ കാര്യത്തിന് വന്നവൻ ആത്മീയ കാര്യത്തിൽ വന്നേക്കാൾ ഇടിച്ചതല്ലേ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് വിറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വിറഞ്ഞെങ്കിലും പിന്നീട് ഈ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് അയാളെ കണ്ടില്ല. പിന്നെ
പിന്നെ 8 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ലക്ഷണമുള്ള ഒരു ചേട്ടായി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനോർത്ത് അയാളുടെ ലക്ഷണമാണ് ഇയാൾക്ക്. അപ്പോൾ എന്നിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ്, അച്ഛാ, എൻ്റെ അപ്പൻ അച്ഛനെ എപ്പോഴും വന്ന് കാണാറുണ്ട്, എൻ്റെ അപ്പനെ അച്ഛനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് വെച്ചും പോയ ദിവസം മരിച്ചു പോയെന്ന് പറഞ്ഞു വീട്ടിൽ. അപ്പോഴും അവസാന കാലമായിരുന്നു അങ്ങേരുടെ. അപ്പോൾ എനിക്ക് അവസാനം അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിപ്പോൾ രാവിലെ ഈശോ പറഞ്ഞു, അന്ന് നിന്നെ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ദേഷ്യപ്പെട്ടില്ല, മാറി നിൽക്കേ, ആൾക്കാരോട് വിട്ടിട്ട് ഞാൻ തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതും ദൈവം ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് സമയമുണ്ട്, കർത്താവിനെ ഓർപ്പിച്ചല്ല, അതുകൂടി റൈറ്റ് ഓഫ് ചെയ്യണമെന്ന്. എൻ്റെ പേര് സിലു. ഞാൻ പൂനെയിൽ നിന്നാണ് വരുന്നത്. 2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. 2019 ജനുവരി എൻ്റെ കൂട്ടുകാരി എനിക്കൊരു ഉടമ്പടി പത്രം തന്നിരുന്നു. ആ പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. പക്ഷേ ഞാനത് വായിച്ചു, അങ്ങനെ തന്നെ വെച്ചു. അതിനുശേഷം ഫെബ്രുവരി 2019 യൂട്യൂബിലൂടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കാനിടയായി. ആ ടോക്ക് എന്നെ വളരെയധികം ആകർഷിച്ചു. അതോടുകൂടി ഞാൻ കൂടുതൽ ടോക്ക് കാണാൻ തുടങ്ങി. അന്നു മുതൽ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്കും അമ്മയുടെ അടുക്കൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ അനുഗ്രഹിക്കണമെന്ന്. 2019 മെയ് 22 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എല്ലാവരും വെക്കുന്നത് പോലെ ആദ്യമായി ഞാൻ വെച്ചത് എൻ്റെ ഭൗതിക ആവശ്യങ്ങളായിരുന്നു. എൻ്റെ മോൻ്റെ ജോലി, അവൻ 5 വർഷത്തോളമായി ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരിപൂർണമായ ഒരു സ്ഥിരമായ ജോലി ഇല്ലാത്തതിനാൽ അതൊരു തടസ്സമായി മാറുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ചിന്തിക്കുന്നു, ആ തടസ്സം എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം 2019 ജൂലൈയിൽ അവന് ഒരു സ്ഥിരമായ ജോലി കിട്ടുകയും 1 വർഷത്തിന് ശേഷം അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. പിന്നീടുള്ള അവൻ്റെ ജീവിതം ഒരു ഗ്രാഫ് പോലെയായിരുന്നു. ആദ്യമേ ജോലി, പിന്നീട് അവൻ്റെ വിവാഹം, അതിനുശേഷം അവരുടെ IELTS എക്സാംസ്, പിന്നെ വിസ പ്രോസസ്സ്, പേപ്പർ പ്രോസസ്സ്. ഈ ജൂണിൽ അവർ കാനഡയിൽ പോവുകയും അവിടെ ചെന്നതിന് ശേഷം അമ്മ മാതാവ് അവർക്ക് ജീവിക്കുവാനുള്ള ഒരു വീടും ജോലിയും അതോടൊപ്പം ചേർത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു കൂട്ടുകാരി, അവളുടെ മോന് ലിവർ സിറോസിസ് എന്ന രോഗം വരികയും ഞങ്ങൾ പൂനെയിൽ പല ഹോസ്പിറ്റലുകളിലും വലിയ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോഴും അവരെല്ലാവരും പറഞ്ഞു, ഇല്ല, ഇത് സർജറി ചെയ്യേണ്ടതായിട്ട് വരും, അല്ലാതെ ഇത് മാറുകയില്ല എന്ന്. പക്ഷേ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചു. ബിക്കോസ് എനിക്ക് എപ്പോഴും വരാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടിയിൽ അത് സമർപ്പിച്ച് ഞാൻ അമ്മ മാതാവിന് സമർപ്പിച്ചു. അതിനുശേഷം അവർ നാട്ടിൽ വന്ന് ഇവിടുത്തെ അമൃത ഹോസ്പിറ്റലിൽ പോവുകയും വലിയ ഡോക്ടേഴ്സിനെ കണ്ട് വീണ്ടും എല്ലാ ചെക്കപ്പും ചെയ്തു, ബയോപ്സിയും ചെയ്തു. അതിനുശേഷം ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇതിന് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, ഇതല്ലാതെ തന്നെ മരുന്ന് കഴിച്ചുകൊണ്ട് മാറിക്കൊള്ളും. ഇപ്പോൾ അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് എൻ്റെ ഭർത്താവിന് 3 വർഷത്തോളമായി തലയിൽ വളരെയധികം കുരുക്കൾ വന്നുകൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് ആകുന്നത്ര മരുന്നുകൾ കൊടുത്തു. പക്ഷേ അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി എനിക്ക് വേറൊരു മരുന്നും തരാനില്ല, ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. ആ സമയത്ത് എൻ്റെ ഭർത്താവിന് ഉടമ്പടി വസ്തുക്കളോട് അങ്ങനെയുള്ള ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിൽ തന്നെയും എൻ്റെ റിക്വസ്റ്റ് മൂലം എന്നോട് പറഞ്ഞു, ഒരിക്കൽ നിനക്ക് ഞാൻ നീ ചെയ്തോന്നും. ആ ദിവസം ഞാൻ നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ കുരിശ് വരച്ചു. പിറ്റേ ദിവസം മുഴുവൻ വീണ്ടും ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ച് അദ്ദേഹം കിടക്കുന്ന തലയിണയിൽ കുരിശ് വരച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് തന്നെ ചോദിച്ചു, എന്താ പറ്റിയെന്ന് അറിയുന്നില്ല, എൻ്റെ തലയിലെ കുരുക്കളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു, നീ ഒന്ന് നോക്കാൻ. അപ്പം ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരൊറ്റ കുരു പോലും ഇല്ലാതെ അമ്മ മാതാവ് അത് പൂർണ്ണമായും സൗഖ്യം നൽകുകയും. പിന്നെ എൻ്റെ കക്ഷത്തിലൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായി അതിനെപ്പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുരുവായിരുന്നു. പക്ഷേ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുരു കല്ലുപോലെ ആകാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണം, എന്താണെന്നുള്ളത് അറിയത്തില്ലല്ലോ എന്ന്. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ബയോപ്സി ചെയ്യണമെന്ന്. പക്ഷേ അതെനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് ഞാനും അതേ രീതിയിൽ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം കക്ഷത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കിടന്നു. 15 ദിവസത്തിന് ശേഷം ആ കുരു വലിയൊരു മുഴയായിട്ട് രൂപാന്തരപ്പെടുകയും അത് തനിയെ പൊട്ടിപ്പോവുകയും ചെയ്തു. അത് കംപ്ലീറ്റ്ലി സുഖപ്പെട്ടു. പിന്നെ എൻ്റെ
ആൻറ്റിയും അങ്കിളും തമ്മിൽ വർഷങ്ങളോളമായി അവർ പിണക്കത്തിലായിരുന്നു. പിണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലധികം സംസാരിക്കത്തില്ല. അഥവാ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവസാനം കലാശിക്കുന്നത് വഴക്കിലായിരിക്കും. അവസാനം ആൻറ്റി പറഞ്ഞു എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ മനം വല്ലാതെ നൊന്തു. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓൺലൈൻ ഉടമ്പടി അമ്മ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ അങ്ങനെ ഒരു കാരണം വരാതെ അവർ തമ്മിൽ ഒരുമിപ്പിക്കണമെന്ന്. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ അവർ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഒരുമയോടെ അവർ ജീവിക്കുകയാണ്. പിന്നെ എനിക്ക് കിട്ടിയ 2 കൃപയാണ് ഈ പ്രാർത്ഥന. ഉടമ്പടിക്ക് ശേഷം എനിക്ക് അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൃപ ദൈവം നൽകി അനുഗ്രഹിച്ചു. എന്നും ആൾക്കാരെന്ന് പറയും പ്രാർത്ഥനാ സഹായം എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ഡയറിയിൽ എല്ലാ ദിവസവും എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എഴുതിയിട്ടാണ് ഞാനത് അമ്മ മാതാവിനെ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. അനേകം പേര് പറഞ്ഞു എനിക്ക് തന്ന രോഗസൗഖ്യങ്ങൾ കിട്ടി, നീ പ്രാർത്ഥിച്ച എല്ലാത്തിനും അനുഗ്രഹങ്ങളും കിട്ടി എനിക്ക് കിട്ടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അതെങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവുമായി എന്നും 1 വർഷത്തോളമായി ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഞാനും എൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട്. എന്നും രാവിലത്തെ ഏറ്റവും ആദ്യത്തെ മെസ്സേജ് പോകുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിനായിരുന്നു. അതുപോലെ തന്നെ രാത്രിയിൽ ഏറ്റവും അവസാനത്തെ മെസ്സേജും പോകുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിനായിരുന്നു. അന്നേ ദിവസം നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ എന്നും കിടക്കുന്നത്. ഒരു 6 മാസത്തോളം ആ വാട്സപ്പ് മെസ്സേജസ് ജസ്റ്റ് സിംഗിൾ ടിക്കോടുകൂടി പോകുമായിരുന്നു. ആരും വായിച്ചതായിട്ടോ അല്ലെങ്കിൽ കണ്ടതായിട്ടോ ഒരു ഇതില്ലായിരുന്നു. പക്ഷേ 6 മാസത്തിന് ശേഷം ഒരു ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് 2 ഡബിൾ ടിക്ക് ആവുകയും വായിച്ചു എന്നുള്ള രീതിയിൽ അത് ബ്ലൂ ടിക്ക് ആവുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ മാതാവും ഈശോയും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ് എന്നീ സ്ഥലങ്ങളിൽ പോവുകയും എല്ലാ പ്രത്യേക ദിവസങ്ങൾ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ആനിവേഴ്സറി, ഡെത്ത് ഓഫ് ആനിവേഴ്സറി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെ പോയി അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും വസ്ത്രങ്ങൾ നൽകുകയും ചെയ്യുകയായിരുന്നു എൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തി. അതുപോലെ തന്നെ പത്രം ഞാൻ ഇവിടെ പൂനെയിലായതുകൊണ്ട് ഇവിടുന്ന് ഇംഗ്ലീഷും ഹിന്ദിയും പേപ്പറാണ് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് അവർക്കൊക്കെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അവരോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്.